ഇന്നത്തെ വീഡിയോ മനുഷ്യൻ എത്രമാത്രം ക്രൂരനാണെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ്. കാരണം ഞങ്ങൾ ഫുഡ് കൊടുക്കുന്ന ഒരു അമ്മയും 3-4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. 2-2.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിലൊരു കുഞ്ഞിന് നമ്മളൊരു ദിവസം സന്ധ്യയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ചെന്നപ്പം ഒരെണ്ണത്തിനെ കണ്ടില്ല. ബാക്കി 3 പേരും അമ്മയും കൂടെ ഓടി വന്നു. അപ്പോഴും പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ നിലവിളി അവിടെ അടുത്ത് തന്നെയുള്ളൊരു വീടിൻ്റെ ഭാഗത്തുനിന്ന് കേട്ട്. അപ്പോൾ പട്ടി അവിടോട്ട് ഓടി അങ്ങ് പോയി. ഓടിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അതും തള്ളേൻ്റെ ഒരു കൈ ഇങ്ങനെ മടക്കി പിടിച്ചാൽ വന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ പറ്റിയതാണെന്നുള്ളത്. അങ്ങനെ പിറ്റേന്നായപ്പോൾ അതിനൊട്ടും എണീക്കാൻ വയ്യാതെ ഒരേ കിടപ്പായിപ്പോയി. അങ്ങനെ ഭയങ്കര നിലവിളി. അങ്ങനെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജനെ കാണിച്ച് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് വലത്തെ കൈയിൻ്റെ കൈപ്പത്തിയുടെ അവിടെ പൊട്ടലുണ്ട്, അവിടെ പ്ലാസ്റ്റർ ചെയ്യണം. പിന്നെ ഇടത്തെ കൈയിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് വിട്ടുപോയി, അപ്പോൾ അത് സർജറിയും ചെയ്യണം. അപ്പം അത് നാളെ ഇന്നിപ്പം ഡോക്ടർ ബിസി ആയതുകൊണ്ട് നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് പെയിനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന് ശേഷം നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. രാവിലെ 8:30 കൊണ്ട് ചെന്നാൽ ഡോക്ടർ സർജറി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ തൽക്കാലം എന്താ ഇതിനകത്ത് നമ്മൾ കിടത്തിയിരിക്കുക. അവിടെ വേറെ സൗകര്യമൊന്നുമില്ല. പുള്ളിക്കാരനല്ല കേട്ടോ, പുള്ളിക്കാരിയാണ്. ചാക്കിൽ കിടത്തിയിരുന്നത് ആളിറങ്ങി കഴിഞ്ഞ് ടൈലിലോട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി ടൈലിൽ കിടന്നത്. ഇതാണ് ആളിൻ്റെ ഈ കൈക്ക് ഇവിടെ ഇങ്ങനെ ഷോൾഡറിന് പ്രശ്നമുണ്ട്, മറ്റേ കൈയിൻ്റെ ഇവിടെ ആയിട്ട് പൊട്ടലുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ശരിയാക്കണം. നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം പേവിഷബാധയുടെ ഇഞ്ചക്ഷനും കൂടെ നാളെ എടുത്തു തരാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 9 ദിവസം അവളെ ഒന്ന് കെയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചവളെ അമ്മയുടെ അടുത്ത് തന്നെ ആക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ വയ്യാതെ എടുക്കുക. ഫുഡ് കഴിക്കുന്നുണ്ട്, തലപൊക്കെ ഫുഡ് കഴിക്കും, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ പാത്രം ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ അത് പയ്യെ വെള്ളം കുടിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഡോക്ടർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാള് കുഞ്ഞാണ് കേട്ടോ, അതുകൊണ്ട് 2-2.5 മാസമേ പ്രായം വരുത്തുള്ളൂ. നമ്മളെ വാലാട്ടിയുടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ വാലാട്ടി എന്ന് പറഞ്ഞൊരു ഡോഗിന് നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുന്ന അവളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവളുടെ കുഞ്ഞാണ്. അപ്പോൾ 5 പേരുണ്ടായിരുന്നു, ഒന്നിനെ കാണുന്നില്ല. ഇപ്പം ഇതിപ്പോൾ 4 ഒരെണ്ണത്തിനാണ് ഈ അവസ്ഥ സംഭവിച്ചത്. ഈ കുഞ്ഞിന് എന്താണ് പറ്റിയതെന്ന് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു. ആക്സിഡൻറ്റ് പറ്റിയതാണോ അതോ ആരെങ്കിലും തല്ലി ഒടിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞ് ഇത് കൈ രണ്ടും തല്ലി ഒടിച്ചതാണെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞത്. വണ്ടി തട്ടിയതാണെങ്കിലും മുറിവാണല്ലോ, അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സംശയം തോന്നി ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോഴാണ് സത്യം അറിഞ്ഞത്. സർജറി കഴിഞ്ഞ് ഓക്കെ ആകുമ്പോൾ തിരിച്ച് മമ്മീജിയുടെ അടുത്ത് കൊണ്ടാകും കേട്ടാ, പേടിക്കണ്ട. നമ്മളൊരു പേരൊക്കെ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പേര് ആരെങ്കിലുമൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണേ. ഇപ്പോൾ ഉറക്കം, അപ്പോൾ ഇച്ചിരി ഫുഡും എടുത്ത് കുറച്ച് പാലും ഒക്കെ കൊടുത്തു, കഴിച്ചിട്ട് കിടക്കുവാണ്. കഷ്ടം. ഇതിപ്പോൾ നമുക്ക് ഉപകാരമായ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പഞ്ചായത്തിലെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു സർജനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഡോക്ടറാണ്. ഡോഗ്സിനെയൊക്കെ നല്ല സ്നേഹത്തോടെ ചെക്ക് ചെയ്യുന്നത്. നമ്മളിന്ന് കാര്യം പറഞ്ഞ ഉടനെ ഓടി വന്ന് പുള്ളിക്കാരൻ വന്ന് ചെരുപ്പ് പോലും അവിടെ റൂമിലിരിക്കുകയായിരുന്നു. അപ്പം ചെരുപ്പ് പോലും ഇടാന്നെങ്കിൽ അത് പെട്ടെന്ന് ഓടി വന്ന് അതിനെ ചെക്ക് ചെയ്ത് കൈ വെച്ച് മൊത്തം ചെക്ക് ചെയ്ത് വയറെല്ലാം നോക്കി. പിന്നെ ഒരു ചെറിയ ഹിരണ്യ ഉണ്ടെന്ന് പറഞ്ഞു, വയറിൽ ചെക്ക് ചെയ്തപ്പോൾ അതും ചിലപ്പോൾ നാളെ അതും കൂടി കൂട്ടത്തിൽ അങ്ങ് സർജറി ചെയ്യുമെന്ന് പറഞ്ഞ്. പുള്ളിക്കാരി ഉറക്കക്ഷീണമുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഉറക്കക്ഷീണമുണ്ട്, കിടക്കും. അപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇനി അവൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. വേദന ഉണ്ടായണ്ടേ കൂടെ അവൾ നിലവിളിക്കും. അപ്പോൾ ഈ നിലവിളി കേട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത് മെയിനായിട്ട്. ഇന്നിപ്പം ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് വേദനയ്ക്കുള്ള. അവളെ രാവിലെ കൊണ്ടുചെന്ന് സർജറി ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ഈ പട്ടിക്കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഇവർക്ക് ഇവിടെ ഇങ്ങനെ മുകളിലാണ് ഇവർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ആ സ്മെല്ലടിച്ചപ്പോഴത്തെ ഇന്നലെ തൊട്ടേ ഇവിടെ വന്നിരുന്നിട്ട് ബഹളം വയ്ക്കുന്നത് എന്തുവാന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇതിവിടെ താഴെ ഒരു ചെറിയൊരു കൂട് പോലാണ്. കൂടല്ല, നമ്മൾ വിറകൊക്കെ ഇടാൻ വേണ്ടി കിട്ടിയത്. അതിപ്പം അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പം തൽക്കാലം അവളെ ഒരു ചാക്കൊക്കെ ഇട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തിയിരിക്കുക. അവൾക്ക് കിടക്കാൻ ഒരു ഇച്ചിരി സ്ഥലം മതിയല്ലോ. അപ്പോൾ ടൈലൊക്കെ ഇട്ടതായിട്ട് നല്ല വൃത്തിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഈ കുഞ്ഞിൻ്റെ അപ്ഡേഷൻ ഞങ്ങൾ ഇട്ടേക്കാം, ഇതിൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. അപ്പം എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സർജറി സക്സസ് ആയി കിട്ടാൻ പ്രാർത്ഥിക്കുക.